ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BW ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല, ഒരു അടിപൊളി ഡീറ്റെയിലിംഗ് ക്ലീനിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോ ഒക്കെ പോലെ ഇന്ന് അതിനെ കുറിച്ചുള്ള ഒരു കണ്ടന്റ് ആണ്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ വീട്ടിലൊക്കെ ഉള്ള സ്വിച്ച് ബോർഡ് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ അതിങ്ങനെ വർഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചളിയെല്ലാം പിടിച്ചിട്ടുണ്ടാവും. ആ ചളി നമുക്ക് എങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ക്ലീൻ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തത്. അപ്പൊ നമ്മൾ ഇന്ന് കൂടുതലൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പം അതിന് ആവശ്യമായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഇവിടെ റെഡി ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക, അതായത് സോപ്പ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. അടുത്തതായി അതിലോട്ടൊരു ഹാർബിക്ക് അതൊന്ന് കുറച്ചിതുപോലെ ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ ഇതുപോലെ മുറിച്ചിട്ട് ചെറുനാരങ്ങ മുറിച്ചത് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക. ഇതിലോട്ട് ഇതുപോലെ വേറൊരു ലിക്വിഡ് വെച്ച് കൊടുക്കുക. പിന്നെ അല്പം സുറുക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലത്തെ ബ്രഷ് എടുക്കുക. നമ്മൾ കൈ കൊണ്ട് സൂക്ഷിക്കണം ചെയ്യുമ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കുരു മാറ്റണമെങ്കിൽ കളയുക, നാരങ്ങയുടെ മാറ്റിയ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു കളറിലായിട്ടുള്ള സാധനം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, പ്രത്യേക തരം ഒരു സാധനമായി മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യലാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ സൊല്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ സ്വിച്ച് ബോർഡുകളാണ്. നിങ്ങളിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും, ഇതുപോലെ ഇവിടെ ഒക്കെ ഫുള്ള് കറ പിടിച്ചിട്ട് അതുപോലെ തന്നെ ചളി പിടിച്ചിട്ട് നമ്മൾ തുടച്ചാലും നോർമൽ വെള്ളം കൊണ്ട് തുടച്ചാലും ഒന്നും പോവാത്ത ചളികളൊക്കെയാണിത്. അപ്പോൾ ഇതിനുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ ഇന്നത്തെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്, കരണ്ടിന്മേൽ കളിക്കുന്നതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഗ്ലൗവോ എന്തെങ്കിലുമൊക്കെ ഇടാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ കയ്യിലൊരു ടെസ്റ്ററും കരുതുക. ടെസ്റ്റർ കരുതി കഴിഞ്ഞാൽ ഇതുപോലത്തെ വല്ല സ്കൂർമലൊക്കെ വല്ല ഇറത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ വേറെ ഒന്നും കാണിച്ചു തരേണ്ടി അവിടെ എത്തുമ്പോൾ. ഇങ്ങനെ വൃത്തിയായി വരികയുണ്ട്, ശരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും വിചാരിക്കണേ. നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശരിക്കും കറണ്ട് ഇറക്കൊന്നും വരുന്നില്ലല്ലോ, ആദ്യം ടെസ്റ്റർ കൊണ്ട് ഉറപ്പ് വരുത്തുക. ഇങ്ങനത്തെ ഈ സ്കൂറിൻ്റെ അവിടെ വല്ല ഇറക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടാപ്പൊക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ വളരെയധികം സേഫ്റ്റി നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമാണ് ഇത് നിൽക്കാൻ പാടുള്ളൂ, കാരണം കറണ്ടിനായിട്ടുള്ള കളിയാണ്. പിന്നെ അതിന് ശേഷം ഇതുപോലത്തെ ഒരു തുണിയായിട്ട് നല്ലപോലെ തുടച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അതിൻ്റെ ഒരു മാറ്റം ശരിക്ക്. ഇനി ഇതിന് ജസ്റ്റ് ഒന്നും കൂടി ഉണ്ട്, അത് ഞാനിപ്പോൾ സെറ്റാക്കും. ഇതിൻ്റെ എഡ്ജിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കട്ടെ, അത് ഫുള്ള് എഫക്റ്റ് ആവും. പിന്നെ ഈ സ്വിച്ച് ബോർഡിൻ്റെ അടിയിലുള്ള കറി ഇതുപോലെ ഞാൻ ആക്കി കൊടുക്കും. പോകുന്നുണ്ട് നമ്മുടെ കൈ വെച്ചിട്ട് വരുന്നതാണിത്. കൈ നമ്മളിങ്ങനെ സ്വിച്ച് ഇടുമ്പോൾ വരുന്നതാണ് ഈ ഒരു ചളി. അതും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ എഫക്റ്റ് ആവുന്നുണ്ട്. അതും അപ്പോൾ ഇതിൽ കൂടെ തന്നെ അതും ചെയ്ത് കൊടുത്താൽ സംഭവം അടിപൊളിയാവും. നമ്മൾ ഈ വീട്ടിലെ ചെമരൊക്കെ എപ്പോഴും തന്നെ വൃത്തി തന്നെ കൊടുക്കും. ചെമര് നല്ല പക്കായി ക്ലിയർ ആയിട്ടുണ്ട്.
ശരിക്കും അതിൻ്റെ മാറ്റം കാഴ്ച നിങ്ങൾക്ക് നോക്കിയാൽ ശരിക്കും മനസ്സിലാവുണ്ടാവും. നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ടുണ്ട്. മാക്സിമം സ്വിച്ച് ബോർഡ് നല്ല വൃത്തിയിൽ ക്ലിയറായി വന്നിട്ടുണ്ട്. അടുത്ത സ്വിച്ച് ബോർഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ ഒരു സ്വിച്ച് ബോർഡാണ്. അപ്പോൾ ഇതുപോലത്തെ പോയിന്റ് പ്ലഗ് ഒക്കെ വരുന്നിടത്ത് നമ്മൾ ആദ്യം ഒരു ടാപ്പ് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സേഫ് ആയിരിക്കും. പിന്നെ അതുപോലെ മൊത്തത്തിൽ കറണ്ടൊന്നും എവിടുന്നും എർത്തൊന്നും പോകണില്ലല്ലോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇവിടുത്തെ ചെമരും ഏകദേശം നല്ല ചളി കാണാണ്ട് അത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇതുപോലത്തെ ഒരു മാസ്കിൻ ടാപ്പ് എടുക്കുക. പക്ഷേ ഈ ടാപ്പിനെക്കാട്ടി നല്ലത് നമ്മുടെ ഒരു പേപ്പർ ടാപ്പ് ഉണ്ടല്ലോ വെള്ള കളറിലുള്ള ആ ടാപ്പാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. കാരണം ഇതിനൊരു കറ ചിലപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ നിന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ നോക്കി നോക്കാം. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് മാറ്റും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ടാപ്പ് എടുക്കും. പക്ഷേ മറ്റേ ടാപ്പ് ഇപ്പോൾ ഇല്ലാത്ത കാരണമാണ് അതിൽ എടുക്കാത്തത്. അല്ലെങ്കിൽ ഈ ടാപ്പല്ല, ആദ്യം ആ ടാപ്പ് തന്നെ എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ആ ടാപ്പ് തന്നെ ആദ്യം തന്നെ എടുക്കാൻ നോക്കുക. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് നോക്കി ചെയ്യണം. അതിന് ശേഷം ഇതിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശരിക്കും മാറ്റം നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ഒരു ചളിയും കാര്യങ്ങളും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ശരിക്കും കാണാൻ പറ്റും എങ്ങനെ ഉണ്ടായിരുന്നു, ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പം എങ്ങനെ ഉണ്ടെന്നുള്ളത് ശരിക്കും കാണാൻ പറ്റും. അടുത്തതായിട്ട് ഈ ചെമരുമുള്ളതും ഇതുപോലെ സെറ്റാക്കി എടുക്കുക. അങ്ങനെ ഫൈനലി ഇത് നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ശരിക്കും മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു സ്വിച്ച് ബോർഡിൽ നോക്കട്ടെ. അതിനായിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ ടാപ്പ് ഒട്ട് സെറ്റാക്കി കൊടുക്കുക. പിന്നെ വല്ല ഇറത്തോ കാര്യങ്ങളോ കറണ്ടൊന്നും പാസ് ചെയ്യണില്ലല്ലോ അതൊന്നും ഉറപ്പ് വരുത്തുക. സ്കൂർമലൊക്കെ ഉണ്ടെങ്കിൽ ടാപ്പോ മറ്റു എന്താ വെച്ചാൽ പരിഹാരം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നല്ല കറുപ്പ് കളറുണ്ടാകും. കറുപ്പ് കളർ ഒരു തരം ശരിക്കും പിടിച്ചു പോയാലുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഫുൾ സെറ്റാക്കി എടുക്കാൻ പോവാണ്. ഇപ്പോൾ എത്രത്തോളം നമ്മൾ ക്ലീനിങ് വർക്കൗട്ടാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് ശരിക്കും ക്ലീനായി വൈറ്റ് കളർ സ്വിച്ച് ബോർഡിൻ്റെ ഒറിജിനൽ കളറിനായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പ്ലഗിൻ്റെ മേലെ ഒട്ടിച്ചുള്ള ടാപ്പ് ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് ബ്രഷിൻ്റെ മേലെ അധികം സൊല്യൂഷൻ ആക്കാതെ ഇതുപോലെ പതുക്കെ ചെയ്ത് കൊടുത്താൽ അടിപൊളിയായി വൃത്തിയായി കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ സ്വിച്ച് ബോർഡും ഇതുവരെ ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഇഷ്ടംപോലെ വീഡിയോയിൽ വരുന്നതാണ്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ BW വേൾഡ് എല്ലായിടത്തും കയറിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻസ്റ്റയിലും പിന്നെ അത് എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക, പവർ ആക്കുക. അപ്പം നമ്മൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.